പലപ്പോഴും കൊളസ്ട്രോൾ കൂടുന്നത് നമ്മൾ അറിയാം ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോഴാണ്. എന്നാൽ ചില ആളുകൾക്ക് രക്തത്തിൽ കൊളസ്ട്രോൾ കൂടി അത് ലീക്കായിട്ട് ചർമ്മത്തിൽ അടിഞ്ഞുകൂടി ചില ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം? രക്തധമനികൾ ഒരു പൈപ്പാന്ന് വിചാരിക്കാം. ഈ പൈപ്പിലൂടെ ഒഴുകുന്ന രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് അമിതമായിട്ട് കൂടാന്ന് വിചാരിക്കാം. അങ്ങനെ വരുമ്പോൾ ഈ പൈപ്പിൽ നിന്നും കൊഴുപ്പ് ഇങ്ങനെ ലീക്കായി ഒഴുകി വരികയാണ്. ഇത് തൊലിയിലും കണ്ണിലും ടെൻഡൻ എന്ന് വെച്ചാൽ മസിലുകളെ എല്ലുകളുമായി ബന്ധിപ്പിക്കുന്ന സ്നായുക്കൾ അവിടേക്ക് അടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥ വരികയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ രക്തധമനികൾക്കകത്തും ഹൃദയത്തിലും കൊഴുപ്പ് അപകടം ഉണ്ടാക്കി തുടങ്ങിയെന്നാണ്. ഇതിലെ ഒരു ലക്ഷണം കണ്ണിലാണ് അനുഭവപ്പെടുക. നമ്മുടെ കൺപോളകളിൽ പ്രത്യേകിച്ച് മൂക്കിലേക്ക് ചേരുന്ന ആ ഭാഗത്ത് മഞ്ഞ അടയാളങ്ങൾ വരുന്നത് സാന്തി ലെസ്മ എന്ന് പറയുന്ന അവസ്ഥ. ഇതിന് വേദന ഒന്നും ഉണ്ടാവില്ല. ഇത് പതുക്കെ മാസങ്ങൾ കൊണ്ടും വർഷങ്ങൾ കൊണ്ടുമാണ് സംഭവിക്കുക. ഇങ്ങനെയുള്ള 50% ആളുകളുടെയും ചീത്ത കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടാവും. എന്നാൽ മറ്റ് 50% ആളുകൾക്ക് കൊളസ്ട്രോൾ നോർമൽ ആയിരിക്കും. ഇനി കൊളസ്ട്രോൾ നോർമൽ ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഹൃദ്രോഗ സാധ്യത വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് അത്ഭുതം. രണ്ടാമത്തെ അടയാളം നമ്മുടെ വിരലിന്റെ സ്നായുക്കളിൽ അതല്ലെങ്കിൽ കൈമുട്ടില് കാൽമുട്ടില് കണങ്കാലിന്റെ ബാക്കിൽ ഒക്കെ കട്ടി കൂടിയ ഉറപ്പുള്ള ചില മുഴകൾ വരുന്നതാണ്. ഇതിനെ ടെൻഡൻ സാന്തോമ എന്ന് പറയും. ഇതുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ അതിഗംഭീരമായ അളവിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്രയും അളവിൽ കൊളസ്ട്രോൾ കൂടുന്നത് പലപ്പോഴും ജനിതകപരമായ പ്രശ്നം കൊണ്ടായിരിക്കും. ചീത്ത കൊളസ്ട്രോൾ മാത്രം ഒരു 250-300 അടുത്തെത്തുന്ന അവസ്ഥ. ഈ മുഴകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്നുകൾ കഴിച്ചേ മതിയാവും. കാരണം ഈ മുഴകളുള്ള ആളുകളിൽ 50 വയസ്സിന് മുമ്പ് തന്നെ അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമത്തെ അടയാളം ഇറപ്റ്റീവ് സാന്തോമ എന്ന് പറയും. ഇത് നമ്മുടെ ബട്ടക്സിലും തൊടയിലും ബാക്കിലൊക്കെ വരുന്ന കൊച്ചു മഞ്ഞ മുഴകളാണ്. ഇത് പെട്ടെന്ന് കൂട്ടായിട്ട് വരാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ട്രൈഗ്ലിസറൈഡിന്റെ അളവ് 1000-ഓ 2000-ഓ എന്നുള്ള രീതിയിൽ വളരെ കൂടിയിട്ടുണ്ടാവും. സാധാരണ ഇത് 150-ൽ താഴണം. ഇതൊരു മെഡിക്കൽ എമർജൻസി പോലെയാണ് കേട്ടോ. ഇത്രയും അളവിൽ ട്രൈഗ്ലിസറൈഡ് കൂടിയാൽ പാൻക്രിയാസിൽ ഇൻഫെക്ഷൻ വന്ന് ഒരു വലിയ അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നാലാമത്തെ അടയാളം കണ്ണിൽ തന്നെയാണ്. നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയുടെ ചുറ്റും വെള്ള നിറത്തിലോ ചാര നിറത്തിലോ ഒരു റിംഗ് പോലെ കാണപ്പെടുകയാണ്. ഇതിനെ ആർക്കസ് എന്ന് പറയും. ഇത് പ്രായമുള്ളവർക്ക് ഒരു 60 വയസ്സിന് ശേഷം സ്വാഭാവികമായിട്ട് കാണും. പക്ഷേ 45 വയസ്സിന് മുമ്പ് ഇത് കാണുന്നുണ്ടെങ്കിൽ കൂടിയ അളവിൽ കൊളസ്ട്രോൾ ഉണ്ട് എന്നുള്ളതും ഹാർട്ടിന് റിസ്ക് ഉണ്ട് എന്നാണ് അർത്ഥം. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നല്ല വെളിച്ചത്തിൽ കണ്ണാടിയിൽ നോക്കുക. കൺപോളകളിൽ കണ്ണിലെ കൃഷ്ണമണിയുടെ ചുറ്റും നമ്മുടെ സ്കിന്നിൽ വിരലിൽ കൈമുട്ടിൽ കാൽമുട്ടിൽ കണങ്കാലിൽ ബട്ടക്സിൽ എവിടെയെങ്കിലൊക്കെ ഇതുപോലെ മുഴകളുണ്ടോ നോക്കുക. ഇനി അങ്ങനെ വല്ല മുഴയും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൊളസ്ട്രോൾ ഫുൾ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെ മുഴകൾ ഉണ്ടാവുകയും കൊളസ്ട്രോളിന്റെ അളവ് അമിതമായിട്ട് കൂടിയിട്ട് കാണുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് ചികിത്സ എടുക്കുക. അതുവഴി ഹൃദ്രോഗം നമുക്ക് തടയാൻ സാധിക്കും.